Hello everyone, welcome back to my YouTube channel. So എൻ്റെ ഈ സൈഡ് മൊത്തം ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്, അറിയാലോ. ഇതിങ്ങനെയായി ഇപ്പം അവസ്ഥ. ഇതിൻ്റെ കഥ പറയാനാണെങ്കിൽ വലിയ കഥയാണ്. ഇവിടെ ഇപ്പം ഇതെന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല മഴയാണ്. നമ്മൾ ആലോചിക്കില്ല മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പായിരിക്കും, പക്ഷെ മഴ പെയ്തിട്ട് ഇവിടെ ട്രാൻസ്ഫോമർ അടിച്ചു പോയിട്ട് കറണ്ട് പോയേക്കാണ്. സോ നമുക്ക് തുറന്നിടാനും പറ്റില്ല, കാരണം നല്ല ഇടിമിന്നലും, നല്ല ഇടിമിന്നലിനല്ല ലൈറ്റ്നിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ ഈ ബെഡിൽ കടന്നപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ വരെ ഓൾമോസ്റ്റ് ലൈറ്റ് എത്തി. അപ്പോഴത്തേക്ക് എനിക്ക് ജീവനിൽ കുറച്ച് കൊതിയുള്ളത് കൊണ്ട് ഞാൻ വിൻഡോ അടച്ചിട്ടേക്കാണ്. ആൻഡ് നല്ല ചൂടാണ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നല്ല അലങ്കോലമാണ്. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പാക്ക് ചെയ്ത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഇന്നലെ ഞാൻ ഡോക്ടറിനെ പോയി കണ്ടായിരുന്നു, രാത്രി കണ്ണിൻ്റെ കാര്യമൊക്കെ ആയിട്ട്. കാരണം ഇന്നലെ രാത്രി ഭയങ്കരമായിട്ടും ടെറിബിളായി ഗൈസ്. എനിക്ക് ഭയങ്കര വേദനയും, എനിക്ക് ജലദോഷം, ചുമയും, അതിൻ്റെ കൂടെ പനി പോലെയും വന്ന് എല്ലാം കൂടെ ഭയങ്കര സീനായിരുന്നു. അപ്പോഴത്തേക്കും എന്തിനാ ഞാനിങ്ങനെ നിൽക്കണം മുട്ടുകുത്തിക്കുന്നത്. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഞാൻ വാസനായി കയറിപ്പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറൊക്കെ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ 2 ദിവസം കൊണ്ട് ഇത് കുറഞ്ഞില്ലെങ്കിൽ സർജറി ചെയ്ത് എടുത്ത് കളയണമെന്ന്. പണ്ട് എൻ്റെ കണ്ണിലൊരു കുരു വന്നിട്ട് ഞാൻ ആക്ച്വലി സർജറി ചെയ്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചിട്ട് ധൈര്യം ഉണ്ടെന്നല്ല, ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കണ്ടിപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഇങ്ങനെ ബോൾ പോലെ ഇരിക്കണം ഈ ഭാഗം മൊത്തം. ഞാൻ തൊടുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ വേനുണ്ട്. ഇപ്പം പെയിൻ കില്ലർ കഴിച്ചാൽ അത്ര വേന അറിയുന്നില്ല. അപ്പം നമുക്ക് പാക്ക് ചെയ്യണം. ഈ സൈഡ് അലമാരി മൊത്തം തുറന്ന് കാണിച്ചു തരാം. നിങ്ങളെന്നെ ജഡ്ജ് ചെയ്യരുത്, കാരണം ഇപ്പം മൊത്തം ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പാക്ക് ചെയ്യാനുള്ള ആണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മൊത്തം അങ്ങ് വെറുതെ കമിഴ്ത്തിയിട്ടാണ്. ഇത് മൊത്തം ഇപ്പം എടുത്ത് പാക്ക് ചെയ്യണം. അടി മൊത്തം ബാഗ് ഉണ്ട്. ഈ PG മൊത്തം നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോവാണ് കേസ്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ റെഡിയാക്കാം, ചെയ്യാം. പൊടി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഊതുമ്പോഴത്തേക്ക് പൊടി വറക്കാണ്. ക്യാമറയുടെ മുന്നിൽ കൂടെ പൊടി വറക്കുന്നത് എനിക്ക് കാണാം. ആക്ച്വലി ഞാൻ നേരത്തെ വന്ന് ക്യാമറ നോക്കിയ സമയത്ത് ഇതിൻ്റെ അകത്ത് മൊത്തം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്ത് മൊത്തം ഓൾറെഡി കുറെ തുണിയുണ്ട്. ഇതിൻ്റെ അകത്തേക്കെല്ലാം ഫിറ്റ് ചെയ്യണം. എന്തെങ്കിലൊക്കെ കാണിക്കാല്ലേ. ഞാൻ ഇത്ര നേരം മറ്റേ ആവേശത്തിലെ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മോനെ ജാട പച്ചയ ജാട, അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ട്രാക്ക് ഇല്ലുമിനാറ്റിയാ. ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ. അങ്ങനെ നമ്മൾ പൊതുവേ ചെയ്യുന്ന പോലെ തന്നെ അലമാരിയിൽ നിന്ന് തുണിയെല്ലാം എടുത്ത് ബെഡിലോട്ട് ഇടുക. പിന്നെ ബെഡിൽ കുറച്ചേരം ഇട്ട് ഇരിക്കുന്നത് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങനെ നമ്മളെൻ്റെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. ഇത് ചെയ്യണോ, ഇത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും റീൽ കണ്ടുകൊണ്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് എനിക്ക് അതിനുള്ളൊരു അവസ്ഥയായിരുന്നില്ല. കാരണം ഇന്ന് വെക്കേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പണി ചെയ്തു കേസ്. എൻ്റെ അമ്മ ഇത് വേർത്ത് ഫുള്ള് ഭയങ്കര ചൂടാന്ന് പറഞ്ഞത് എൻ്റെ ടോപ്പും ഷോർട്സും എല്ലാം മൊത്തത്തിൽ വേർത്ത്. ഇതിന് പൊടി വറക്കുന്നത് കണ്ടോട്ടോ. ഇത് അടയ്ക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ഇതിന്റെ മുകളിലിരിക്കണം. എന്നാൽ മാത്രമേ അടയുള്ളൂ. എൻ്റെ പൊന്നേ, ഇപ്പം ഇതിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ എൻ്റെ പുറത്തേക്ക് ഞാൻ എടുത്തതാണ്. മഴ പെയ്യുന്നുണ്ട് നല്ലേ, പക്ഷേ എൻ്റെ കണ്ണ് നമ്മൾ കണ്ണിനെ മൈൻഡാക്കണ്ട കേസ്. മൈൻഡാക്കിയാലേ പ്രശ്നം. മൊത്തം വേർത്ത് കുളിച്ചാണ് ഇരിക്കണം ഞാൻ. എൻ്റെ ഷർട്ടൊക്കെ ഫുൾ നനഞ്ഞു, പാൻറ്റ് നനഞ്ഞു, എല്ലാം നനഞ്ഞു. എൻ്റെ അമ്മേ കണ്ട പുറത്ത് കാണാൻ നല്ല രസമായി ഇങ്ങനെ മഴയൊക്കെ പെയ്തേ. കാര്യമൊന്നും ഇല്ലല്ലോ, പുറത്ത് മഴ ഉണ്ടായിട്ട് എന്തുണ്ടോ കഴുത്ത്. ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഒരു കാര്യമില്ല. പാക്ക് ചെയ്യാം. ഒരു ബാഗ് കഴിഞ്ഞു കേട്ടോ, മറ്റേ ഗ്രേ ബാഗ് കഴിഞ്ഞു. ഇനി ഒരു ഞാൻ പറഞ്ഞു ടോട്ടൽ ഒരു 7 ബാഗോളം ഉണ്ട്, എല്ലാം കൂട്ടിയിട്ട്. എൻ്റെ 2 ലാപ്ടോപ്പ് ബാഗും എല്ലാം കൂട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇടി. അപ്പോൾ ഞാൻ പോട്ടെ, ഞാൻ ശരിയാണ്, എനിക്ക് ജീവിക്കൊന്നുണ്ട്. ബായ്. കറണ്ട് വന്നാച്ച്. അടുത്ത ലോഡ് കേട്ടിട്ടുണ്ട്. അടുത്ത ലോഡ് ഇത് മൊത്തം ഇനി ഏതെങ്കിലുമൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ കയറ്റണം. എന്തൊരു സമാധാനം. ഏതെങ്കിലുമൊക്കെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ കയറ്റണം.
നമുക്കിത് പാക്ക് ചെയ്യാം. എന്നാലും നമുക്ക് സെറ്റ് ചെയ്യാം. 2 ബാഗായി, 2 സൂട്ട് കേസായി. അതിന്റെ കൂടെ തന്നെ ഒരു ജിം ബാഗും കൂടെ ആയി. അപ്പം ഇനി സൗമി എൻ്റെ ഒരു സൂട്ട് കേസും കൊണ്ട് അവളുടെ അവിടെ നിന്ന് വരണം. കാരണം അവളുടെ അവിടെ എൻ്റെ സൂട്ട് കേസ് ഇരിക്കുന്നത്. ഒരു സൂട്ട് കേസും കൂടെ ഉണ്ട്. പിന്നെ 2 ലാപ്ടോപ്പ് ബാഗ് ഉണ്ട്. അപ്പം ഈ തുണിയെല്ലാം അതിൻ്റെ അകത്ത് കയറ്റണം. സൂട്ട് കേസ് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ മുകളിലിരിക്കും, എന്നിട്ട് പിന്നെ സിബ് അടയ്ക്കും. അതാണിപ്പോൾ അവിടെ നടക്കുന്നത്. തുണി അങ്ങ് കൂടിപ്പോയത് കൊണ്ട് നമുക്ക് സൂട്ട് കേസ് അടയ്ക്കാൻ പറ്റുന്നില്ല കേസ്. അപ്പം പരിശ്രമിക്കാമല്ലോ. അപ്പം വന്നു. ഇവളോട് ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞാണ് ഒരു സൂട്ട് കേസ് എടുത്തിട്ട് വരണം. ഇതെനിക്ക് തുണിയെല്ലാം കേട്ടായിരുന്നു. ഇവിടെ കറക്റ്റ് ഞാൻ 1000 വട്ടം പറഞ്ഞ് സൂട്ട് കേസ് എടുത്തിട്ട് വരണം, സൂട്ട് കേസ് എടുത്തിട്ട് വരണം. 4:30 I gave you pressure, but I told you to bring my this thing also. എന്ത് സ്റ്റിൽ അപ്പത്തേക്ക് ഇവള് കൊണ്ടുവന്നില്ല. അപ്പൊ ഞങ്ങളിപ്പോ പോയി എന്തെങ്കിലും വിശന്ന് പണ്ടാണെങ്കിൽ ഞങ്ങളിപ്പം ഇനി എനിക്ക് ആ സൂട്ട് കേസും കൂടെ പാക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഒരു ചെറിയ ബാഗും കൂടെ. അപ്പൊ ഞങ്ങളിപ്പോ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് ബാക്കി ഇവളുടെ വീട്ടിൽ പോയാൽ എടുക്കണം. ഇവിടെ കാണുന്നില്ലേ? I can see that you're seeing it. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ. നമ്മളിപ്പോൾ അവളുടെ അടുത്തേക്ക് പോവാണ് ഉള്ള പെട്ടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാദ്യം അവിടെ കൊണ്ട് വെച്ച് എന്നിട്ട് പിന്നെ തിരിച്ച് വന്ന് എന്നിട്ട് പിന്നെ ഒന്നുകൂടെ ചെയ്യും. കണ്ട ഒരു ഇതും ഇല്ലാണ്ട് ഇരിക്കണണ്ടില്ലേ? ഒരു ഇതും ഇല്ല. ഈ നമ്മുടെ 2 ബാഗും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരു 7 ബാഗുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. അവളുടെ പെട്ടിയുണ്ട്, ഡമ്പലുണ്ട്, ഇൻഡക്ഷൻ കുക്കറുണ്ട്. ഇൻഡക്ഷൻ കുക്കറൊക്കെ പൊടി പിടിച്ച് ഇങ്ങനെ പറന്നിരിക്കുമായിരുന്നു. അതൊക്കെ നമ്മൾ പൊടി പിടിച്ച് എടുത്ത് കളഞ്ഞു. ആ ബാഗിലിടാം, താഴെപ്പിട്ടിടാം. വേറൊന്നും ഇല്ലല്ലോ. ഇത് കൊടുക്കട്ടെ ഇപ്പോൾ? അതെ, റെഫ്യൂജികൾ രണ്ടുപേരും കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. കാണുന്നുണ്ടോ ദൈവമേ? ഇതാണ് അവസ്ഥ. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കുകയാണ്. ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ക്യാബ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇത്ര നേരം. പക്ഷെ ഇപ്പം കിട്ടി. ഇനി ക്യാബെല്ലാം സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയി അവിടെ വെച്ച് ഈ ആൻറ്റീനെ നോക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ് ഇപ്പം ക്യാബിൽ കയറി ഇവളുടെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പാക്കൊക്കെ ചെയ്തു തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ നോക്കണം ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്നുള്ളത്. എന്നിട്ടൊന്ന് കുളിക്കണം. മനുഷ്യൻ വേർത്ത് ചൂടും എല്ലാം കൂടെ ആയിട്ട് ഭ്രാന്തെടുത്തിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ആ വീട്ടിൽ പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തി. എൻ്റെ അമ്മേ, പൊടിയൊക്കെ പിടിച്ച് ഒന്നും പറയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഇതൊക്കെ എന്താ പറയുക, ഫുൾ സംഭവങ്ങളൊക്കെ എടുത്ത് സമാധാനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മളിവിടെ റൂമിലെത്തി. ഇനി നല്ലൊരു കുളിക്കണം, എന്നിട്ട് സമാധാനമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം. കാരണം ഈ മരുന്ന് തേക്കാനുണ്ട്, മരുന്ന് കഴിക്കാനുണ്ട്, ആൻറ്റിബയോട്ടിക്സ് എടുക്കാൻ പറ്റണ്ട. അപ്പോൾ അതും പെയിൻ കില്ലറുണ്ട്. കാരണം എൻ്റെ പൊന്നു കേസ് ഇന്നത്തെ അവസ്ഥ അത്ര പരിതാപകരമാണ്. ഇന്ന് രാവിലെ എനിക്ക് എക്സാം ഹാളിൽ പോയിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരല്, എനിക്ക് അതിലൂടെ പീരിയഡ്സും കൂടെ ആയപ്പോഴത്തേക്കും പീരിയഡ്സിൻ്റെ വേദന എല്ലാം കൂടെ ഇങ്ങനെ ഭയങ്കര മെസ്ഡപ്പ് ആയിരുന്നു. അപ്പം ഇപ്പോൾ ഈ പണിയെല്ലാം തീർത്ത് ഒന്നിങ്ങനെ നിന്നപ്പോഴാണ് ഒരു ഇതായത്. പക്ഷെ എനിക്കിനി ഒന്നുകൂടെ PGയിലൊന്ന് പോയി നോക്കണം, എന്തെങ്കിലും അവിടെ വെച്ച് മറന്നിട്ടുണ്ടോ. അപ്പോൾ ഞാനിനി ഒന്നുകൂടെ പോവും. അതോടെ കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഷിഫ്റ്റിംഗ് കഴിഞ്ഞു. നമ്മൾ ഫൈനലി ഹോസ്റ്റൽ വിട്ടു, PG വിട്ടു. ഇനി ഇവിടെ കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് ഞാൻ ബാംഗ്ലൂർ ടോട്ടലി വിടുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇനി കുറച്ച് ദിവസം ആവാം അല്ലേ? ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലൊരു എന്താ പറയുക, ഒരു 4-5 ദിവസം കൂടെ നമുക്കിവിടെ പിടിക്കാം. സൗമ്യൻ്റെ കൂടെ കാണല്ലോ, ഇങ്ങനെ സൗമ്യൻ്റെ കുക്കിങ്ങും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് കുറച്ച് ദിവസം കൂടാതെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.